അപ്പോൾ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം, സത്യാനന്തര കാലഘട്ടം എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്താണ് സത്യം, എന്താണ് സത്യമല്ലാത്തത്, എന്താണ് നുണ, ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് അയഥാർത്ഥ്യം, ഇതൊന്നും വകതിരിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ആശയവിനിമയങ്ങളാണ്, സന്ദേശങ്ങളാണ് ദിനം തോറും അല്ലെങ്കിൽ നിമിഷം തോറും നമ്മുടെയൊക്കെ കയ്യിലുള്ള ഫോണുകളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായിട്ട് നമ്മുടെ മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചിട്ടും ഇടതുപക്ഷ രംഗത്തുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ടും എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ഒരു നിമിഷം പോലും കണ്ണ് തെറ്റിയാൽ എന്ന് പറയുന്നത് പോലെ പുതിയ പുതിയ ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസുകളുടെ അകത്ത് എന്താണ് ഇവർ ബ്രേക്ക് ചെയ്യുന്നത്, ആ ബ്രേക്കിംഗ് എന്താണുള്ളത് എന്നുള്ളത്, അതിലെന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത്, അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് സത്യമേതാണ് അസത്യമേതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നേടുക എന്നുള്ളതാണ്. വളരെ ജാഗരൂകരായിട്ട് നമ്മുടെ ചുറ്റും വരുന്ന ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ എന്ന് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്ന, മറ്റേ മാസ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ, വിവരവിജ്ഞാന സ്ഫോടനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എവിടെയാണ് നമ്മളുടെ മുൻപിൽ വന്നു വീഴുന്ന ഈ ഇൻഫർമേഷനുകളിൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമുക്ക് അത് വേർതിരിച്ചെടുക്കാനായിട്ട് നമ്മൾ തന്നെ ഒരുപാട് ആശയക്കുഴപ്പത്തിലാവും. ഈ അസത്യം നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്ന ഈ ഫോൺ തന്നെയാണ് സത്യം നിങ്ങൾക്ക് അറിയാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഉപാധിയും. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളറിയണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യം അറിയാൻ കഴിയും. ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ മറ്റേ ഫേക്ക് ന്യൂസ് തിരിച്ചറിയാനുള്ള സൈറ്റുകളുണ്ട്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നൊരു വാർത്ത ഫേക്ക് ന്യൂസാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ്. ഇനിയും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ടുള്ള അവസരം ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട്, കാരണം അതുപോലെ സംശയത്തിലായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് തന്നെ ഒട്ടും ലാഘവത്തോട് കൂടിയിട്ടല്ല ഈ തിരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. വിദ്യാർത്ഥി സംഘടനാ കാലത്ത് ASFൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ കേരളോർമ്മയിൽ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ മുതലുള്ള ഒരു വളരെ ഗാഠമായിട്ടുള്ള സൗഹൃദമാണ് എനിക്ക് PR സുനിൽകുമാറുമായിട്ട്, ഞങ്ങളൊക്കെ സുന്നി എന്ന് വിളിക്കുന്ന PR സുനിൽകുമാറുമായിട്ട് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സുനിയുടെ പിതാവ് രാജേട്ടനെ കുറിച്ചിട്ടും മാളക്കാരോട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് നമുക്കൊക്കെ ഏറ്റവും വലിയൊരു പ്രചോദനവും പിന്തുണയും മാതൃകയുമൊക്കെ ആയിട്ട് നിറഞ്ഞു നിന്നിരുന്ന രാജേട്ടൻ്റെ ആ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് സംവദിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ പാരമ്പര്യത്തിനെ, ആ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിനെ പിടിച്ചുകൊണ്ട് അതേ പാതയിൽ മുന്നേറുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാൻ അവസരം കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ ഒരു ഘട്ടമെന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിട്ടും ലോകത്തിനെ സംബന്ധിച്ചിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഒരുപക്ഷെ നമ്മുടെയൊക്കെ നമ്മുടെ മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു കാലത്ത് ലോകവും നമ്മുടെ രാജ്യവും ഇത്രമാത്രം പ്രതിസന്ധികളെ നേരിട്ടിട്ടുള്ള, ഇത്രമാത്രം ഇരുണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ളൊരു ഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് KV രാമനാഥൻ, അദ്ദേഹമൊക്കെ ഈ സമാധാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിരുന്നു. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സംഘടന എന്നൊക്കെ പറഞ്ഞ് ഈ ശീതസമരം നിലനിന്നിരുന്ന കാലത്ത് സമാധാന പ്രസ്ഥാനം വളരെ സജീവമായിട്ട്
ഇവിടെ നമ്മുടെ ഗ്രാമങ്ങളിലും ഇരിങ്ങാലക്കുടയിലും മാളയിലും കൊടുങ്ങല്ലൂരും ഒക്കെ തന്നെ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം? ഒരു ആണവ യുദ്ധം, ഒരു ന്യൂക്ലിയർ കറ്റാസ്ട്രോഫി, ഒരു ദുരന്തം, ആണവ ദുരന്തം ലോകത്തുണ്ടാവാതെ നമ്മളെങ്ങനെ അതിനെ ചെറുത്ത് നിൽക്കണം, എങ്ങനെ സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കണം എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. ആ ഒരു ദുരന്തത്തിൻ്റെ സാധ്യതയിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ദിനങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ലോകം ഈ അവിടെ നടക്കുന്ന യുദ്ധത്തിന് നമ്മളിവിടെ പ്രതിഷേധിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവർക്ക് പോലും കാര്യം മനസ്സിലാവുന്ന രീതിയിൽ നമ്മളുടെയൊക്കെ അടുക്കളകളും ചെറിയ കച്ചവട സ്ഥാപനങ്ങളും നമ്മുടെയൊക്കെ വിപണികളെയും ഒക്കെ ബാധിച്ചുകൊണ്ടും അടച്ചുകൊണ്ടും ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ, നമ്മളതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പല തലത്തിലുള്ള ദുരന്തങ്ങളെ നേരിടാൻ നമുക്ക് വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ട ഒരു ചോയ്സ് നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾക്ക് ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിനെ തരണം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിന് നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ കടന്നു പോന്നിട്ടുള്ള നമ്മുടെ പ്രളയത്തിൻ്റെയും ലോക്ക്ഡൗണിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് നമ്മൾ അത്തരം ഇരുണ്ട ഘട്ടങ്ങളെ വലിയ പരിക്കുകളേൽക്കാതെ, താരതമ്യേന വലിയ പരിക്കുകളേൽക്കാതെ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള ഓർമ്മ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇരുണ്ട കാലഘട്ടത്തിന് വേണ്ടി മറികടക്കാനായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഇടതുമുന്നണിയെ വീണ്ടും തിരഞ്ഞെടുക്കണം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കേണ്ട ആ ഒരു ബോധം നമ്മളിൽ തന്നെ ഉണ്ടാക്കുകയും നമ്മുടെ അയൽവക്കത്തുള്ളവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണ്. ഈ ഒരു പ്രവർത്തനത്തിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതിൽ സാംസ്കാരിക രംഗവുമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഉത്തരങ്ങൾ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പം നമ്മളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു സംവാദത്തിൻ്റെ, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ, ആശയവിനിമയത്തിൻ്റെ, ഞാനൊക്കെ പത്രപ്രവർത്തകയാണ്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഞാൻ പഠിച്ചതും പരിശീലിച്ചിട്ടുള്ളതും. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ മേഖലയും അതിൻ്റെ സ്വഭാവവും ഏറ്റവും ആഴത്തിൽ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് തന്നെ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് സത്യം? അപ്പോൾ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം, സത്യാനന്തര കാലഘട്ടം എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്താണ് സത്യം, എന്താണ് സത്യമല്ലാത്തത്, എന്താണ് നുണ, ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് അയഥാർത്ഥ്യം, ഇതൊന്നും വകതിരിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ആശയവിനിമയങ്ങളാണ്, സന്ദേശങ്ങളാണ് നമുക്ക് എന്താ പറയുക, ദിനം തോറും അല്ലെങ്കിൽ നിമിഷം തോറും നമ്മുടെയൊക്കെ കയ്യിലുള്ള ഫോണുകളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായിട്ട് നമ്മുടെ മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള നെല്ലും പതിരും തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെ സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് വലിയൊരു വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് നേടാനും അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താനും നമ്മുടെ ചുറ്റും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അസത്യങ്ങളിൽ നിന്ന് സത്യത്തിനെ വേർതിരിച്ചെടുക്കാനും ആ സത്യങ്ങളെ നമ്മൾ കൂടുതൽ സത്യങ്ങൾക്ക് പ്രചാരം കൊടുക്കാനും അസത്യങ്ങളെ സംശയിക്കാനും ചോദ്യം ചെയ്യാനും അതിനൊക്കെയുള്ള ഒരു കേപ്പബിലിറ്റി, അതിനൊക്കെയുള്ള ഒരു കഴിവ്, അതിനൊക്കെയുള്ള ഒരു മികവ് അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു പരിശീലനം എന്ന് പറയുന്നത് തന്നെ നമ്മൾ സ്വയം നേടിയെടുത്താലേ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിനെ നമുക്ക് തരണം ചെയ്യാനാവൂ എന്നുള്ളതാണ്.
ഇപ്പോൾ നമ്മൾ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും പെട്രോളിൻ്റെ വില വർധനവിനെ കുറിച്ചിട്ടാണെങ്കിലും മറ്റേ ഇറാനിലെ യുദ്ധത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള സന്ദേശങ്ങളും സത്യമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ചുറ്റും വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ സാംസ്കാരിക രംഗത്താണെന്നുണ്ടെങ്കിലും കേരളത്തിലെ സർക്കാരിനെ കുറിച്ചിട്ടും ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചിട്ടും ഇടതുപക്ഷ രംഗത്തുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ടും എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ഒരു നിമിഷം പോലും കണ്ണ് തെറ്റിയാൽ എന്ന് പറയുന്നത് പോലെ പുതിയ പുതിയ ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസുകളുടെ അകത്ത് എന്താണ് ഇവർ ബ്രേക്ക് ചെയ്യുന്നത്, ആ ബ്രേക്കിംഗ് എന്താണുള്ളത് എന്നുള്ളത്, അതിലെന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത്, അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് സത്യമേതാണ് അസത്യമേതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നേടുക എന്നുള്ളതാണ്. ആ കഴിവ് നേടാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ വേറെ എന്തിനെ കുറിച്ചിട്ടും നമ്മൾ എന്താ പറയുക ഗിരിപ്രഭാഷണങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് വളരെ ജാഗരൂകരായിട്ട് നമ്മുടെ ചുറ്റും വരുന്ന ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ എന്ന് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്ന മറ്റേ മാസ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ, വിവരവിജ്ഞാന സ്ഫോടനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എവിടെയാണ് നമ്മളുടെ മുൻപിൽ വന്നു വീഴുന്ന ഈ ഇൻഫർമേഷനുകളിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് അത് വേർതിരിച്ചെടുക്കാനായിട്ട് നമ്മൾ തന്നെ ഒരുപാട് ആശയക്കുഴപ്പത്തിലാവും. അപ്പോൾ അതിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നേടുക എന്നുള്ളതാണ് നമ്മൾ സാംസ്കാരിക പ്രവർത്തകർക്ക് ഈ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്ന പൊതുജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഓരോരുത്തരും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും തിരിച്ചറിവോടുകൂടി സ്വയം ഏറ്റെടുക്കേണ്ട ഒരു ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചടങ്ങ് ഇവിടെ നടക്കാനുണ്ട് മാളയിലെന്ന് എനിക്കറിയാം. അപ്പോൾ അത് മാത്രമല്ല, ഇനി ഒരുപാട് തരത്തിലുള്ള അടിസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നീങ്ങാനുണ്ട് ആ തരത്തിൽ. അപ്പോൾ അത്തരത്തിൽ ഈ സത്യം എന്താണ് അസത്യം എന്താണെന്ന് തിരിച്ചറിയുകയും അത് ചോദിക്കുകയും അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷിച്ചറിയുകയും, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഈ ഫോൺ തന്നെയാണ് ഈ അസത്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഈ ഫോൺ തന്നെയാണ് സത്യം നിങ്ങൾക്ക് അറിയാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഉപാധിയും. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളറിയണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യം അറിയാൻ കഴിയും. ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ മറ്റേ ഫേക്ക് ന്യൂസ് തിരിച്ചറിയാനുള്ള സൈറ്റുകളുണ്ട്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നൊരു വാർത്ത ഫേക്ക് ന്യൂസാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നിൽ വന്ന് വീഴുന്ന വാർത്തകളെ സംശയത്തോടെ നോക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സ്ഥിതിവിവര കണക്കുകളുടെ ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ സമീപിക്കാനായിട്ട് പരിശീലിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും വലിയൊരു ചുമതലയാണ്. അപ്പോൾ ഈ ഒരു ചുമതലകൾ നിറവേറ്റിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ടുള്ള അവസരം ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട്, കാരണം അതുപോലെ സംശയത്തിലായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് തന്നെ ഒട്ടും ലാഘവത്തോട് കൂടിയിട്ടല്ല ഈ തിരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരോടും അയൽവക്കത്തുള്ളവരോടും സുഹൃത്തുക്കളോടും പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടിയും PR സുനിൽകുമാറിനെ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ആഞ്ഞിറങ്ങുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.